അങ്ങനെ ഇനി പോകുമ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പേരിലാട്ടോ നമുക്ക് ഇത്രയും ഡിലേ വന്നത്. കാരണം എല്ലാ പ്രാവശ്യവും വരാമെന്ന് പ്ലാൻ ചെയ്യും, പിന്നെ ആ സമയമാകുമ്പോൾ കണ്ണനും അച്ഛനൊക്കെ ഒരിക്കലും ആർക്കെങ്കിലും വല്ല പനിയോ എന്തെങ്കിലും വരും, ആ പോക്ക് മുടങ്ങും. അങ്ങനെ കുറെ പ്രാവശ്യം നീണ്ടു പോകുന്നു. അപ്പൊ നമ്മൾ വന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വാകച്ചാത്ത് തൊഴാനാട്ടോ. നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് 2 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി. എന്നാലും നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഭഗവാനെ ശരിക്കും തൊഴാനും പറ്റി, പ്രാർത്ഥിക്കാനും പറ്റി. അതാണ് വലിയ മനസ്സിനൊരു സന്തോഷമായി. പിന്നെ നമ്മൾ പകൽ വന്ന് തൊഴുത് പോണേലും കുറച്ചുകൂടെ നമുക്ക് മനസ്സിന് കുറച്ചുകൂടെ ഇതുപോലെ വെളുപ്പിന് വന്ന് വാകച്ചാത്തൊക്കെ തൊഴുന്നതാട്ടോ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമായി. വന്നതിൽ ഒരു എന്താ പറയാ, വന്നതിന് ഒരു ഓർക്കൊളിച്ചതിന് ഒരു ഗുണമുള്ള പോലെ തോന്നിട്ടോ. അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന കടകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുട്ടീസിന് മേടിക്കാന്ന് വെച്ച് നോക്കി അവർക്ക് 2-3 കളിപ്പാട്ടൊക്കെ മേടിച്ച് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഉറക്കക്ഷീണൊക്കെ പോയി. 2 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ക്യൂവിൽ നിൽക്കണ്ടായിട്ടോ. അപ്പൊ അവരൊക്കെ തലേ ദിവസം രാത്രി തന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണവരാണ്. അപ്പൊ കുറേ ആൾക്കാരൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാട്ടോ. അപ്പൊ വണ്ടി കയറിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷെ ചേട്ടനും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കണ്ണിങ്ങനെ അടഞ്ഞു വന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം റോഡിൽ പാർക്ക് ചെയ്ത് കുറച്ചു നേരം ഒന്ന് കണ്ണടച്ച് കിടന്ന് ഉറങ്ങി. നമ്മുടെ വണ്ടിയിൽ തന്നെ ഒരു ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ ആട്ടോ തിരിച്ചു വന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല. ഞങ്ങൾ രാത്രി 12 മണിക്ക് പോയിട്ട് രാവിലെ 6:30 തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ അങ്കമാലി സൈഡിലേക്ക് എത്തിയപ്പോഴാണെങ്കിലോ ഈസ്റ്ററിന്റെ എല്ലാ ഇറച്ചിക്കടകളിലും നല്ല തിരക്ക്. ഞാനാണ് വീട്ടിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാട്ടോ പോയത്. കാരണം കുട്ടീസ് അവിടെയാണ്. അപ്പൊ ഭാഗ്യത്തിന് പിള്ളേർ എഴുന്നേറ്റുണ്ടായില്ല. അവർ അറിഞ്ഞില്ല ഞങ്ങൾ പോയതും വന്നതും. ഒരു